നോൺ വെജ് കഴിക്കുന്നവർക്ക് എന്നും നോൺ വെജ് ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. കുറഞ്ഞത് ഒരു മുട്ടയെങ്കിലും ഉണ്ടായിരിക്കണം ചോറ് കഴിക്കാനായിട്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെയാണ്, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഒന്നി മീൻ അല്ലെങ്കിൽ ചിക്കന്. ഇവിടെ പിന്നെ കാള കിട്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കൊതിയേ ഇല്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് ചിക്കൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആട്ടിറച്ചി കിട്ടും, അത് ഭയങ്കര വിലയാണ്, അത് വല്ലപ്പോഴും എങ്ങാനും വാങ്ങിക്കത്തുള്ളൂ. ഇവിടെ ഞാനിന്നൊന്ന് മുട്ട പൊരിച്ചെടുക്കാമെന്നും കണ്ടാണ് വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒന്നാണല്ലോ മുട്ട പൊരിക്കുന്നത്. പിന്നെ ബുൾസൈ ഉണ്ടാക്കാം, ഓംലേറ്റ് ഉണ്ടാക്കാം. പക്ഷെ അതൊന്നും അല്ല, ഇത് തേങ്ങ ഇട്ട് മുട്ട പൊരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ട തോരൻ വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ചൂട് ചോറിൻ്റെ കൂടെ. ചിലർ ഇതുപോലെ ചെയ്തിട്ട് മുട്ട തോരനായിട്ട് വെക്കും. ഞാൻ ഇന്നിവിടെ മുട്ട തോരനായിട്ടല്ല വെക്കുന്നത്, ഇത് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാം, അല്ലാതെ മുട്ട തോരനായിട്ടും ചെയ്യാം. ഇത് ചീനച്ചട്ടിയിലിട്ട് തോരനാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ അങ്ങനെയൊന്നുമല്ല ചെയ്തിരുന്നത്. ഞാൻ മുട്ട എടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ചെറുതായി അരിഞ്ഞ സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നത് നല്ലതാണ്, പക്ഷേ എൻ്റെ കുരുമുളക് പൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്തില്ല. അതോടൊപ്പം ഞാൻ ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കുരുമുളക് പൊടിയുടെ സ്ഥാനത്ത് അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് ചേർത്ത് കൊടുത്തു. ഇത് എല്ലാം കൂടി ചേർത്തതുപോലെ ഒന്ന് തവയിൽ വെച്ചാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ വിശേഷങ്ങളും ഇതുപോലെ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. ഞാൻ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ പൊരിച്ചെടുത്തു. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? പിന്നെ ചില കുട്ടികൾക്ക് ഈ തേങ്ങ ചേർത്ത മുട്ട കഴിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളൊന്നും തേങ്ങ ചേർത്തത് കഴിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കത്തില്ല. പിന്നെ അവർക്ക് വേണ്ടി വേറെ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും. തേങ്ങയില്ലാതെ, ഉള്ളില്ലാതൊക്കെ ഓംലെറ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനതും ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. ഒരു മുട്ടയിലേക്ക് മുളകും മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അതില്ല എന്ത് ചെയ്യാനാ. പിന്നെ ബാക്കിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇന്നോട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്, അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ.